കബോർഡിലൊക്കെ നമ്മൾ തുണി വയ്ക്കുമ്പോൾ സ്പേസ് പോരാന്നുള്ളവർക്കും അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം ക്ലോത്തൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ബാഗിൽ കൊള്ളാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിലുണ്ട്. അതുപോലെ വേറെയും 2-3 ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും തന്നെ പലതരത്തിലുള്ള ചാർജറുകൾ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ചാർജർ നമ്മുടെ ഫോണിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എപ്പോഴും ചാർജർ ഇങ്ങനെ പൊട്ടാറുള്ളത്. ചെറിയ രീതിയിലുള്ള വിള്ളൽ വരും. പിന്നെ ചാർജറിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ വയറിൻ്റെ ഈ ഭാഗം പൊട്ടിപ്പോവാറുണ്ട്. അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ല ടൈറ്റിൽ ഈ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. 2 സൈഡിലും വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചാർജർ ആ ഭാഗം പൊട്ടിപ്പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ ലാസ്റ്റ് പാർട്ടാകുമ്പോൾ നമുക്ക് അതിങ്ങനെ എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതിങ്ങനെ ഫുള്ള് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ കഴിയാറായി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാനൊരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ക്രീമൊക്കെ ഫുള്ള് മുകളിലോട്ട് വന്നോളും. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ എന്തെങ്കിലും ക്ലിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു സാധാരണ സ്ലൈഡാണ് കേട്ടോ ഇതേപോലെ കുത്തി കൊടുക്കുന്നത്. ഇങ്ങനെ ആയാലും മതി. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ലാസ്റ്റ് വരെ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് കിട്ടും. പിന്നെ അത് വീണ്ടും താഴോട്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ എപ്പോഴും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വാട്ടർ ബോട്ടിൽസോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്ലാസ്കുകളോ ഒക്കെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതെ എടുത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ അത് എടുത്ത് വയ്ക്കുന്ന സമയത്ത് അത് പിന്നെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ബാഡ് സ്മെല്ലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം പിന്നെ എടുത്ത് വയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് എടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ ഒരു രീതിയിലുള്ള ബാഡ് സ്മെല്ലും വരില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണികളൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ബാഗിൽ കൊണ്ടുപോകുമ്പോൾ കൂടുതൽ സ്പേസ് ലാഭിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അതുപോലെ നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലായാലും അധികം യൂസ് ആക്കാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, മടക്കി വയ്ക്കുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതി ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം ആദ്യം. അതിനുശേഷം നല്ല ടൈറ്റിൽ ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ മാക്സിമം നമുക്ക് പറ്റുന്ന അത്രയും ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്യണം. ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇത് അഴിയാതിരിക്കാനാണ് നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇടുന്നത്. ഇനിയിപ്പോൾ റബ്ബർ ബാൻഡ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് ജസ്റ്റ് 2 ചുറ്റിയിട്ട് ഒന്നിങ്ങനെ പിരിച്ചിട്ട് ഇങ്ങനെ മടക്കി ഉള്ളിലോട്ട് വെച്ചാൽ മതി. കെട്ടൊന്നും വേണ്ട, എന്നാലും അഴിയില്ല. ഇതേ രീതിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഓരോ ഡ്രസ്സുകളും നമുക്ക് നന്നായിട്ട് റോൾ ചെയ്തിട്ട് വെക്കുക. പിന്നെ അയൺ ചെയ്ത ഡ്രസ്സുകളാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് റോൾ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ചുളിവൊന്നും വരില്ല. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ബാഗിൽ തന്നെ കൂടുതൽ ഡ്രസ്സ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ അലമാരിയിൽ മടക്കി വയ്ക്കുമ്പോഴും നമുക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ റബ്ബർ ബാൻഡ് ആകുമ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം. കബോർഡിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കാരണം കബോർഡിലാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് ചിലപ്പോൾ കേടാവും. അപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. അതിന് പകരം നൂലാണെങ്കിൽ ആ പ്രശ്നമില്ല. നമുക്ക് കബോർഡിൽ ചെയ്യുമ്പോൾ കൂടുതലും നൂല് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൂടുതലും റബ്ബർ ബാൻഡാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഇതേപോലെ വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഒരുപാട് ഡ്രസ്സ് നമുക്ക് ബാഗിൽ കൊള്ളും കേട്ടോ. വെറുതെ ഇങ്ങനെ മടക്കി വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും ബാഗൊക്കെ. ഇതുപോലെ ഇങ്ങനെ ഒതുക്കി റോൾ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ ഡ്രസ്സ് ഒരു ചെറിയ ബാഗിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ആ ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. നിങ്ങൾ 2 രീതിയിലും ഡ്രസ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് എത്ര കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലുള്ള യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങോട്ടെങ്കിലും നാട്ടിലേക്ക് പോവുക, അങ്ങനെ പല രീതിയിലും നമുക്ക് പാക്ക് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂട്ടോ. എനിക്ക് പരീക്ഷിച്ചിട്ട് ഒരുപാട് നല്ലതായിട്ട്
തോന്നിയ കാര്യമാണ്, പ്രത്യേകിച്ചും ട്രാവൽ ചെയ്യുമ്പോൾ. ഇന്നത്തെ ഈ ഒരു ചെറിയ ടിപ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്